ഇൻട്രാക്ട് 25 ശ്രീനാരായണ കോളേജ് ശിവഗിരി വർക്കലയുടെ അഭിമാനകരമായ മൾട്ടി ഡിസിപ്ലിനറി ഇൻ്റർനാഷണൽ സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ദിവസം പിന്നിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സെഷനിൽ രണ്ടാമത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഒരു ബാലശങ്കർ അമ്പലപ്പുഴ സാറ്, ഫോറസ്റ്റിൻ്റെ അരണ്യം മാഗസിൻ്റെ മുൻ എഡിറ്ററും അതുപോലെ ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ആയിട്ടുള്ള സാറാണ് നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ. സാറേ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് എത്തിയുള്ള സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. നമ്മുടെ ഈ ഇൻ്റർനാഷണൽ സെമിനാറിൻ്റെ ഒരു ഭാഗമാകാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. സാറിന് സെമിനാറിനെ പറ്റിയുള്ള സാറിൻ്റെ ഒരു ഫീലിംഗ്, ഒരു അനുഭവം എന്താണ്? വർക്കല ശിവഗിരി SN കോളേജിൽ ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, 7 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഇത്രയും മനോഹരമായൊരു ഇൻ്റർനാഷണൽ സെമിനാർ ഇൻട്രാക്ട് 25ൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിലൊരു സുവോളജി സെക്ഷനകത്ത് വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് കുട്ടികളുമായിട്ട് പങ്കുവെക്കാൻ കഴിയും. അവരുടെ ഒരു റിയാക്ഷനൊക്കെ വളരെ നല്ലൊരു റെസ്പോൺസായിരുന്നു. എനിക്കത് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നത്. കാരണം സാധാരണ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ റിസൾട്ട് അറിയുന്നത്. പക്ഷേ ഇത് കുട്ടികളുടെ മനോഹരമായൊരു ചോദ്യങ്ങൾ ചോദിച്ചതിന് എല്ലാം കൃത്യമായിട്ട് ഒരു ആൻസർ പറഞ്ഞു. വളരെ നല്ലൊരു സെഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സാറ് നമ്മുടെ കോളേജിലേക്ക് വരുമ്പോൾ സാർ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? അല്ല, ഞാൻ ഈ ഇൻ്റർനാഷണൽ സെമിനാറിനൊക്കെ സത്യത്തിൽ കേട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരേ സമയം 5, 6, 7, 8 സ്ഥലത്ത് സെക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഞാൻ ഈ ബ്രോഷർ തന്നെ പല കോളേജിൽ അയച്ചു കൊടുത്ത് എല്ലാവരും ചോദിച്ചു, സാർ ഇത് എങ്ങനെ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്? സർക്കാരിൻ്റെ ധനസഹായമോ അതോ ഈ കുറേ പേര് സ്പോൺസർ നമ്മൾ താഴെ ഇട്ടിരിക്കുന്നത് അവരുടെ ആണോ? എനിക്കറിയത്തില്ല. പക്ഷേ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇത്രയും കുട്ടികളുടെ കോപ്പറേഷൻ, അധ്യാപകരുടെ കോപ്പറേഷൻ, ഗസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള മികവ്, അവർക്ക് ആഹാരം കൊടുക്കുക, പിന്നെ കുട്ടികളുടെ ഇൻട്രാക്ഷൻ, ഇതെല്ലാം ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നു സമീപകാലത്ത് കേരളത്തിലുള്ള ജില്ലയിൽ ഒരു കോളേജിനും ഇതുപോലെ ഇത്രയും വെൽ ഡിസിപ്ലിനറി ആയിട്ട് ഫംഗ്ഷൻ നടത്താൻ ഒരു കോളേജ് സാധിച്ചിട്ടില്ല. സാർ, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഒരു എക്സിബിഷൻ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സാർ അതിനെക്കുറിച്ചുള്ള ഞാൻ ആ എക്സിബിഷൻ ഹാളിലും ഞാൻ പോയി കണ്ടിരുന്നു. കാരണം ഇത്രയും പ്രൗഢഗംഭീരമായ ഇത്രയും സാധനങ്ങൾ പഴയമായിരുന്നു. പല കോളേജിലും പല കാര്യങ്ങളും ഇല്ല. കാരണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ലാബ് ഫെസിലിറ്റി ഇത്രയും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തൊരു കോളേജ് ഒരുപക്ഷെ ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ടായിരിക്കാം. ഞാൻ പുതിയ കോളേജുകളെ കുറ്റം പറയുന്നില്ല. ഇത്രയും വർഷത്തെ പാരമ്പര്യവും പഴക്കമുള്ളതുകൊണ്ട് ശിവഗിരി SN കോളേജിനെ അത്രയും മനോഹരമായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ ഇനിയും ഇതിനെയൊക്കെ ബെറ്ററായിട്ട് ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കോളേജിന് സാധിക്കട്ടെ. സുവോളജി വിങ്ങിന് അതിന് പറ്റട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ. നമ്മുടെ കോളേജിൻ്റെ 60ാമത്തെ വർഷം, നമ്മുടെ കോളേജ് തുടങ്ങിയിട്ട് 60ാമത്തെ വർഷം. അപ്പോൾ വജ്ര ജൂബിലി ആഘോഷങ്ങൾ ഏത് രീതിയിൽ നടത്തണമെന്നുള്ളൊരു ആലോചനയിൽ കഴിഞ്ഞ വർഷം നമ്മളൊരു സമ്മർ വെക്കേഷനിലൊരു ക്യാമ്പ് നടത്തുകയുണ്ടായി. ഇൻസ്പയർ പോലുള്ളൊരു ക്യാമ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ തികച്ചും നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ഒരു ചിന്തയിൽ ഉദിച്ചതാണ് അക്കാഡമികപരമായിട്ടുള്ള എന്തൊക്കെ നമുക്ക് നടത്താം. ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ആയാലും നമ്മൾ പോലും ഒരുപക്ഷെ നമുക്കത് സാധ്യമാകുമെന്നുള്ള രീതിയിൽ സംശയിച്ചു നിന്നതാണ്. പക്ഷേ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാറും എത്തി. അപ്പം സാറിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. വളരെ നന്ദിയുണ്ട് സർ. ഇത് ഞാൻ ഈ ബ്രോഷർ തന്നെ ഞാൻ പല കോളേജിലും, കാരണം സുവോളജി പല അധ്യാപകരുമായിട്ടും കേരള കാലിക്കറ്റ് ഗാന്ധി സർവകലാശാലയിൽ എല്ലാ സുവോളജി അധ്യാപകരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ ഈ ബ്രോഷർ അയച്ചു കൊടുത്തപ്പോൾ അവരെല്ലാം ഞെട്ടിപ്പോയി. കാരണം ലണ്ടനിൽ നിന്ന്, UK നിന്ന്, പല വിദേശ സർവകലാശാല ഇന്ത്യക്കകത്തുള്ള ഇത് ഇങ്ങനെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൺലൈനും ഓഫ്ലൈനും. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് പ്രത്യേകിച്ച് ടൈറ്റ് ഷെഡ്യൂളിൽ പിള്ളേരുടെ എക്സാം നടക്കുന്ന സമയം എന്നിട്ടും വളരെ മനോഹരമായിട്ട് ഇത്രയും എൻ്റെ സെഷൻ തന്നെ കുട്ടികളുടെ റെസ്പോൺസ് ഭയങ്കരമാണ്. ഞാൻ പല കോളേജിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും റെസ്പോൺസോടെ, കാരണം UG പഠിക്കുന്ന കുട്ടികളാണ്, PGക്കാരോ റിസർച്ചേഴ്സോ അല്ല. പക്ഷേ അവർ നൽകിയ ഫീഡ്ബാക്ക്, ഇതേ ചോദ്യം പല കോളേജിലും ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയാത്തത് വളരെ ഗംഭീരമായിട്ട്. സത്യത്തിൽ എനിക്കിവിടെ വരാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളിനും സുവോളജിയിലെ HOD അടക്കമുള്ള എല്ലാ ഫാക്കൽറ്റീസിനും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും സത്യത്തിൽ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇനിയും തിരിച്ച് വിളിക്കണേ എന്നാണ് ആഗ്രഹം. വീണ്ടും കോളേജിൽ വരാൻ വളരെ സന്തോഷമേ ഉള്ളൂ. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.